ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാൻ ഗൈസ്. നമ്മളിന്ന് മമ്മൂക്കയുടെ കളങ്കാവല് കാണാൻ വേണ്ടിയിട്ട് ഏരീസ് പ്ലസിൽ 9:30 ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ജിതിൻ കെ ജോസാണ് സംവിധാനം. ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയായിരിക്കും മമ്മൂട്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എന്ന്. അവിടെ നല്ല തിരക്കുമുണ്ട്. അപ്പോൾ പടം കണ്ട് റിവ്യൂവും പറയാതെ കണ്ടിട്ടേ പോകാവൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ വാ ഗൈസ്, എങ്ങനെയായിരിക്കും മമ്മൂട്ടിയെ പ്രസൻറ്റ് ചെയ്തിരിക്കുക. കുറേ നാളുകൾക്ക് ശേഷമാണ് ഫ്ലക്സുകളൊക്കെ ഇത്ര ഇരിക്കുന്ന ഏരീസ് പ്ലസിൽ കാണുന്നത്. ആൻഡ് മമ്മൂട്ടിയുടെ കട്ടൗട്ട് നിൽക്കുന്ന വേണ്ട എൻ്റെ പൊന്നോ, ഈ റോളൊന്ന് കാണണം എനിക്ക്. അപ്പോൾ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്, നമുക്കും കയറിയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനവും രചനയും നിർവഹിച്ച് 2025 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ മലയാള ഭാഷ ക്രൈം ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. പ്രധാന വേഷങ്ങളിലായി മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, അസീസ്, ശ്രുതി രാമചന്ദ്രൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ എന്നിവരൊക്കെ എത്തുന്നുണ്ട്. ആൻഡ് ഈ സിനിമയുടെ രചന നൽകിയിരിക്കുന്നത് ഒരാൾ കൂടിയുണ്ട്, ജിഷ്ണി ശ്രീകുമാറാണ്. ആൻഡ് സംവിധായകനും ഇതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഫൈസലാണ്. ഫൈസൽ നന്നായിട്ട് തന്നെ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇനി വരുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് ചെയ്തതിന് പ്രവീൺ പ്രഭാകറാണ്. എഡിറ്റിങ്ങും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് മുജീബ് മജീദ്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മന്ദാരം എന്ന ആസിഫ് അലിയുടെ മലയാള ചിത്രത്തിലൂടെ ഡെബ്യൂട്ട് നൽകിയ മ്യൂസിക് ഡയറക്ടറാണ്. ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മുജീബ് മജീദ്. അത് ഞാൻ പിന്നീട് പറയാം. വെയ്ഫെയർ ഫിലിംസ് ആണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ദുൽഖർ സൽമാൻ വാപ്പച്ചി മോനും ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. മമ്മൂട്ടി കമ്പനി എങ്ങനെ ഒരു സിനിമ ചൂസ് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത്, ഒരു പ്രൊഡ്യൂസറും തിരഞ്ഞെടുക്കാത്ത ഒരു കഥ, അല്ലെങ്കിൽ ആർക്കും ദഹിക്കാനാകാത്ത ഒരു രീതിയിലുള്ള കഥ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ്, അങ്ങനെ ഒരു വെറൈറ്റി സാധനം വരുവാണെങ്കിൽ അത് മമ്മൂട്ടി കമ്പനി എടുക്കും എന്നുള്ളതാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ട കമ്പനിയുടെ 7ാമത് ചിത്രം കൂടിയാണ് ഈ കളങ്കാവലിൽ വരുന്നത്. വളരെ പ്രതീക്ഷയോടെ വന്ന സിനിമയാണ്. എല്ലാവരും മമ്മൂക്കയുടെ തിരിച്ചുവരവനായിട്ട് കാത്തിരുന്ന സിനിമയാണ്. തീർച്ചയായും ആ തിരിച്ചുവരവ് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു ഇതിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു സിനിമ കൂടിയാണ് കളങ്കാവൽ. മമ്മൂക്ക പെർഫോമൻസ് നോക്കാം നമുക്ക്. മമ്മൂക്കയുടെ സൈഡിൽ നിന്ന് വരുമ്പം മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട്, അതായത് ആ മമ്മൂക്ക ആ സീൻസ് നിങ്ങൾ നോക്കിയാൽ സിമ്പിൾ സീൻസ് ആണ്, പക്ഷെ മമ്മൂക്കയുടെ ആ ഒരു ലുക്ക്, ആ ഒരു മാനറിസം, അല്ലെങ്കിൽ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് അതിനെ ഒരു ഹൊറർ ഫീലിലേക്ക് അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ഫീലിലേക്ക് മാറ്റും. അതായത് സിമ്പിൾ റോളായിരിക്കും, ചുമ്മാ ഇങ്ങനെ നോക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ മമ്മൂക്ക നോക്കുമ്പോൾ ആ ഒരു സീൻ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഹൈപ്പ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും എനിക്ക് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നുന്നത്. ഒരു സിമ്പിൾ സീനായിരിക്കും, പക്ഷെ മമ്മൂക്ക ആ ഓറ കൊണ്ട്, ആ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൊണ്ട് മമ്മൂക്ക ആ സീനെ എലവേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഹൈപ്പ് ഉണ്ട്. ചുമ്മാ എന്നിട്ട് ഇങ്ങനെ വെറുതെ പിന്നെ അല്ലാതെ ഒരു മമ്മൂക്ക ഒരു ക്ലൈമാക്സിൻ്റെ മുന്നോടിയായിട്ട് ഒരു കൊച്ചിനെയും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര ഹൊറർ ഫീലായിരുന്നു. ആ മമ്മൂക്കയുടെ നോട്ടവും ആ മമ്മൂക്കയുടെ ഹെയർ സ്റ്റൈല് സത്യം പറഞ്ഞ ഒരു സൈക്കോപാത്തിൻ്റെ ഒരു ഹെയർ സ്റ്റൈല് തന്നെയാണ്. ആ സിനിമയിൽ കില്ലിങ് ഈസ് എ അഡിക്ഷൻ, അതായത് ഡ്രഗ് അഡിക്ഷൻ എന്ന പോലെ, സെക്സ് അഡിക്ഷൻ എന്ന പോലെ കില്ലിങ് ആണ് അയാളുടെ അഡിക്ഷൻ. അതായത് ആൾക്കാരെ കൊല്ലും തോറും സന്തോഷം കിട്ടുന്നു. അപ്പോൾ ഈ എന്താണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു കേസ് വരുന്നു. ആ കേസ് കോട്ടായിക്കോണം എന്ന സ്ഥലവുമായിട്ട് ഒരു വില്ലേജുമായിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടക്കുമ്പോൾ അങ്ങനെ അവർക്ക് ഈ തുമ്പുകൾ, അതായത് ഈ മൈനർ ഒക്കെ ആ തെളിവുകളൊക്കെ കൂട്ടി വരുമ്പോഴേക്കും ഒരു ഡിസ്റ്റർബിങ് കേസിലേക്ക് പോവുകയാണ്. ആ ഡിസ്റ്റർബിങ് കേസ് എന്താണ്, അല്ലെങ്കിൽ ആര് ചെയ്തതാണെന്നുള്ള, അല്ലെങ്കിൽ ഈ മിസ്സിങ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു എന്നുള്ള വഴിത്തിരിവാണ് ബാക്കി ഈ സിനിമയിലേക്ക് പോകുന്നത്. മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ പീക്ക് ലെവലാണ്. സത്യം പറയാലോ, ചുമ്മാ ചെയ്ത് ഇവിടെയാണ് മമ്മൂക്ക, ഒരു രക്ഷയില്ല. ആ നോട്ടം, ആ സിഗരറ്റ് വലിച്ചിട്ട് ഓവിടുന്നത്, ആ നടത്തം, പിന്നെ ഒരു ടേപ്പ് റെക്കോർഡർ, അതിലാണ് നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവസ്, അത് ആ ഒരു പാട്ട് ഈ പടത്തിൽ അമ്മാരിയായിട്ട് അവർ
എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ആ പാട്ട്, അതായത് ആ ഒരു വില്ലൻ വരുമ്പോൾ ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു BGM ഇടുവൽ, അതുപോലെ ആ വില്ലൻ വരുമ്പോൾ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു BGM അല്ലെങ്കിൽ ഒരു സ്കോർ പ്ലേസ്മെന്റ് ആണ് ഈ സിനിമയിലെ നിലാക്കായും സോങ്. ആൻഡ് കൂടുതലും തമിഴ് പാട്ടുകളും തമിഴ് ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടാണ്, തമിഴ് സംസാരങ്ങളാണ് വരുന്നത്. കാരണം ഒരു തമിഴ്നാട്ടിലെ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും കഥകളും ഉണ്ട്. ആൻഡ് ഇൻട്രോവെല്ലൊക്കെ കിട്ടില്ല ട്വിസ്റ്റാണ്, ഒരു പീക്ക് മൊമെന്റിലാണ് ഇൻട്രോയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു എഫക്റ്റ് ബട്ടർഫ്ലൈ നിങ്ങൾക്ക് അടിക്കും. ആ ഒരു പീക്ക് മൊമെന്റിലാണ് ഇൻട്രോയിൽ നന്നായിട്ട് ഇത്. ആൻഡ് മമ്മൂക്കി പറയാൻ ഒരുപാട് സീനുകളുണ്ട്. എന്താ വെച്ചാൽ ഒരു മധ്യവയസ്കൻ അതൊന്ന് പറഞ്ഞ ഒരുപാട് സസ്പെൻസ് റിവീലായിപ്പോ. ഒരു മധ്യവയസ്കൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു സംസാരം, ആ മധ്യവയസ്കൻ്റെ ആ ഒരു പ്രണയം, മധ്യവയസ്കൻ പ്രണയത്തിൽ സംസാരിക്കുന്ന രീതി, അതെല്ലാം അതുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഒരു നിഷ്കളങ്കൻ, അതായത് ഈ കാര്യം സാധിക്കാനായിട്ട് എന്ത് രീതിയിൽ ഏതറ്റം വരെയും പോകും. അതിനായിട്ട് പല രീതിയിലുള്ള പല കാര്യങ്ങളും മമ്മൂക്ക ചെയ്തിട്ടുണ്ട്, വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങൾക്കറിയാം, ഈ സൈനൈഡ് കഥാപാത്രത്തിൻ്റെ കഥകളൊക്കെ കേട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ഭയങ്കര പ്ലാൻഡ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് മമ്മൂക്ക പെർഫോമൻസ് വാസ് ലിറ്ററലി പീക്കായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊടൂരം, രാക്ഷസ കൊടൂരം. ആൻഡ് വിനായകനിലേക്ക് വരുമ്പോൾ ആസ് യൂഷ്വൽ വിനായകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വന്ന് വെറുതെ എന്നിട്ട് അഭിനയിച്ചു പോവുക, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് വിനായകൻ. വരിക ഒരു പോലീസ് വേഷമാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട്. അപ്പോൾ തെളിവുകൾ കണ്ടെത്തുന്നു. ക്ലൈമാക്സിലൊക്കെ ഒരു സമയത്തിൽ മമ്മൂക്കയെക്കാളും വിനായകന് ആ ഒരു പെർഫോമൻസ് കൂടി. അതായത് ആ ഒരു ഹൈപ്പ്, അതായത് മമ്മൂക്കയെ വിനായകന് ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പിടിക്കുന്ന ഒരു രംഗത്തിലേക്ക് വിനായകൻ നന്നായിട്ട് അവിടെ ക്ലൈമാക്സിലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ BGM ആ സെറ്റിങ്ങൊക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ അത് വർക്കൗട്ട് ആക്കി എടുത്തു. വിനായകൻ മമ്മൂക്കയോടൊപ്പം കട്ടക്ക് നിന്നു എന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, പക്ഷെ നന്നായിട്ട് തന്നെ നിന്നു എന്ന് വേണം പറയാൻ. പിന്നെ ജിവിൻ ഗോപിനാഥ് എന്ന പുള്ളിയുണ്ട്, ഈ DS ഇറയിലെ പ്രണവിൻ്റെ സിനിമയിൽ അഭിനയിച്ച പുള്ളി വിനായകനോട് ഒരു പോലീസായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ച് റോളുകളും പിന്നെ പുള്ളിയുടെ 1-2 ചെറിയ കോമഡികളൊക്കെ ഉണ്ട്. പുള്ളി നന്നായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അസീസിന് ഇത് ഒറ്റ ഒരു സീനേ ഉള്ളൂ, അസീസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഗായത്രി അരുൺ, ശ്രുതി രാമചന്ദ്രൻ, രജിഷ വിജയൻ എന്നിവരൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ മെയിൻ കാസ്റ്റായിട്ട്. അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയാവുന്ന ഒരാൾക്കാരൊക്കെ ഇവരൊക്കെയാണ്. അവരും ഈ സിനിമയിലൊക്കെ ഉണ്ട്. അവരും നന്നായിട്ട് അവരുടെ ആ നായിക വേഷങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 23ഓളം നായികന്മാരെന്തോ ഈ സിനിമയിലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തുടക്കത്തെ ആ ഒരു ക്രൈം, ശ്രുതി രാമചന്ദ്രനാണ് തുടക്കത്തിൽ ആ ഒരു ക്രൈമിലായിട്ട് വരുന്നത്. ശ്രുതിനെ കൊല്ലുന്ന സീൻ, അത് ആ ഒരു സീൻ ഇങ്ങനെ അവർ തമാശേനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ആ സീൻ ഇങ്ങനെ പതിയെ സെക്കൻഡായിട്ട് ആ ഒരു മിസ്റ്റീരിയസ് വരികയാണ്. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ എത്ര പേരെ കൊന്നിട്ടുണ്ട്, ഇങ്ങനെ തമാശ അടിച്ചടിച്ച് അത് ഇങ്ങനെ കൊല്ലാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് കൊന്നുവിടെയാണ്. ആ ഒരു ശ്രുതിയായിട്ടും മമ്മൂക്കായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് സീൻ, അതാണ് ആ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആ ഒരു സീൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമതാണ് സിനിമയിലെ വഴിത്തിരി വരുന്നത്. നിങ്ങൾ കഥയിൽ കേട്ടിട്ടുള്ള പോലെ സ്വർണം പൂശുന്ന ആളുടെ അവിടെ ഒരു സൈനൈഡ് ഉണ്ടായിരുന്നു, അത് കുടിച്ച് പട്ടി മരിച്ചു പോയി. അപ്പോൾ ഇതെങ്ങനെയാണ്, അപ്പം സൈനൈഡ് വെച്ച ആൾക്കാർ ഇത് ചാവുമല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് മമ്മൂക്കയായിട്ട് ഇവർ സഹായം ചോദിച്ചു വന്ന് സാറ് എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് മമ്മൂക്ക ഈ സൈനൈഡ് കാര്യം ആലോചിക്കുന്നത്. പിന്നെ സൈനൈഡ് കൊണ്ടുള്ള കളിയാണ്. പിന്നെ സൈനൈഡ് കൊടുക്കുക, ഗുളിക ഒഴുകുക. ഇതുപോലെ കഥയിൽ നമ്മൾ കേട്ടയും വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടതുപോലെ തന്നെയാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുള്ള, അതായത് ബസ് സ്റ്റാൻഡിലൊക്കെ ഉള്ള പബ്ലിക് വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ഗുളിക കഴിക്കാൻ പറയും. പിന്നെ അവർ അവിടെ നിന്ന് പിടന്ന് മരിച്ചോളും, പിന്നെ ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വളരെ ക്ലീൻഡായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. അങ്ങനെയാണ് മമ്മൂക്കയ്ക്കും ഈ ഒരു സിനിമയിൽ ഈ ഒരു നായിക വരുന്നു, നായിക ഇതുപോലെ രക്ഷപ്പെടുന്നു എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് മമ്മൂക്കയിലേക്ക് വഴിത്തിരിവാകുന്നത്, അവരെ പിടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ 1-2 ചെറിയൊരു നിങ്ങൾ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റുകളും ഉണ്ട്, അല്ലാത്ത ട്വിസ്റ്റുകളും ഉണ്ട്, നിങ്ങൾ കണ്ടിരിക്കാന്നുള്ള. ആൻഡ് ക്ലൈമാക്സ്
വിനായകൻ വരുന്നത്, മമ്മൂക്കയെ കാണുന്നത്, ആ ഒരു സീൻസൊക്കെ ലിറ്ററലി ഗൂസ് ബംസ് ആയിരുന്നു. വിനായകൻ അവിടെ സ്കോർ ചെയ്തു, എന്നിട്ട് മമ്മൂട്ടി തിരിച്ചും സ്കോർ ചെയ്യും. പക്ഷെ വിനായകൻ്റെ സ്കോറിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു ട്വിസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ബീജിയം നിലാക്കായും പാട്ട് ഒരു സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മൊത്തത്തിൽ വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കളങ്കാവൽ. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. മമ്മൂക്കയുടെ പെർഫോമൻസ് പീക്ക്, വിനായകൻ വളരെ നീറ്റായിട്ട് ചെയ്തു, നായികമാർ നന്നായിട്ട് ചെയ്തു. ഇനി ഇതിൽ ജിതിൻ കെ ജോസിൻ്റെ സംവിധാനം, ആദ്യ സംവിധാനമാണെങ്കിലും നന്നായിട്ട് തന്നെ ജിതിൻ കെ ജോസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ആ ഒരു കഥയിനെ ഒരുപാടൊന്നും വലിച്ചിട്ട് ഇഴയ്ക്കാതെ കഥയ്ക്ക് എന്ത് വേണമെന്ന് മാത്രം കൂട്ടിച്ചേർത്ത്, അതായത് ഒരുപാട് കൊമേഴ്ഷ്യൽ മാസ് മസാല സാധനങ്ങളൊന്നും കൂട്ടിച്ചേർത്ത് കഥയ്ക്ക് എന്ത് വേണമെന്ന് മാത്രം കൂട്ടിച്ചേർത്ത് നല്ല രീതിക്ക് ജിതിൻ കെ ജോസ് ആദ്യ സംവിധാനം തന്നെ പൂർത്തീകരിച്ചിട്ട് കൺഗ്രാറ്റ്സ് ബ്രദർ, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ആകുമ്പോൾ പ്രവീൺ പ്രഭാകരൻ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ, സിനിമാറ്റോഗ്രാഫി, ആ ഒരു സ്ഥലങ്ങൾ കാണിക്കുന്നതും അല്ലെ. എനിക്ക് പലപ്പോഴും ഞാൻ ഈ തമിഴ്നാട്ടിലൊന്നും സത്യം പറഞ്ഞ ആൾക്കാരില്ലേ, നട്ട് റോഡിലിട്ട് ഒരാളെ കൊല്ലുകയാണ്, ആരും കാണുന്നൊന്നുമില്ല. കാരണം അവിടെ വയലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ ക്രൈം നടക്കാൻ ഏറ്റവും പറ്റിയ ഒരു സ്ഥലങ്ങളാണ് തമിഴ്നാടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ മമ്മൂക്കയുടെ ആ ഒരു കുറച്ച് കൊലപാതകം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തിനാണ് അങ്ങനെയാണെന്ന്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് ഫൈസൽ. പിന്നെ മ്യൂസിക്കും എക്കോയിൽ ചെയ്ത പോലെ തന്നെ ഇതിലും ആ ഒരു സിറ്റുവേഷനെ ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ ആ ഒരു നല്ല മ്യൂസിക് നൽകാമെന്ന് മജീദ് നൽകി. ഞാൻ നോക്കുവാണ്, അങ്ങ് പിടച്ച് ഇങ്ങനെ മ്യൂസിക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതോടെ ഇടയിലാകുമ്പോൾ നിലാക്കായും വെളിച്ചം അങ്ങനെ ഒരു സൂപ്പറായിട്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മ്യൂസിക്കൊക്കെ, നന്നായിട്ട് തന്നെ അത് വർക്കൗട്ടും ആയി എനിക്ക്. ആൻഡ് സിനിമയും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ക്ലാപ്സും വിസിലടിയും കയ്യടിയും എല്ലാവരും വിളിയും കൂവലും നല്ല തിരക്കും ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. മൊത്തത്തിൽ ഒരു സ്ലോ പേസ്ഡ് ത്രില്ലറാണ്, വളരെ സ്ലോ പേസ്ഡാണ്. കാരണം കഥയോടനുസരിച്ചാണ് സിനിമ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ പെർഫോമൻസും എന്താണ് ഇങ്ങനെയൊക്കെയാണെന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ആ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. മൊത്തത്തിൽ ഒരു എബോ ആവറേജ് ഫീലിംഗ് ആണ് എനിക്ക് നന്നായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ലോ പേസ്ഡ് ഇതാണ്, പക്ഷേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഒരു നല്ലൊരു സിനിമയാണ്, ഒരു എബോ ആവറേജ് ആയ ഒരു നല്ലൊരു സിനിമ. നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കത്തൊന്നുമില്ല. കാരണം കഥ മാത്രം, കാരണം അവർ വേറെ എലമെൻ്റ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ പറയില്ല, ഈ സൈനൈഡ് കാര്യങ്ങളിൽ ഒരുപാടങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. പക്ഷെ അതിങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അടുത്തുള്ള മരണങ്ങൾ ഇങ്ങനെ ആവണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ആയിരിക്കും, ഇനി അങ്ങനെ ആയിരിക്കും ഒക്കെ. അങ്ങനെ പടം നല്ല രീതിക്ക് തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. മൊത്തത്തിൽ മമ്മൂക്ക ഞാൻ പറഞ്ഞു ചുമ്മാ നിന്ന് വെറുതെ തൂക്കിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ്. ഒരാളുടെ പെർഫോമൻസ് വെച്ച് ഒരു സിനിമ വിറ്റുപോയെങ്കിൽ അത് മമ്മൂക്കയുടെ കളങ്കാവൽ ഈ സിനിമയാണ്. കാരണം എല്ലാവരും മുമ്പേ പറഞ്ഞതാണ് സിനിമ എങ്ങനെ ആയിരിക്കും എന്ന് അറിഞ്ഞില്ല, പക്ഷെ പെർഫോമൻസ് മമ്മൂക്ക കലക്കും. അതുപോലെ ചെയ്തിട്ടുണ്ട്. കളങ്കാവൽ ഈസ് സൂപ്പർ പടം. മമ്മൂക്കസ് പെർഫോമൻസ് വാസ് ഓസം.